പറയാൻ, അള്ളാഹു ഇത് പറയാൻ, കുൽ എന്ന് പറയാൻ ഒരു പ്രവാചകനെ പോലും മുമ്പോട്ട് വെച്ചില്ല. മറ്റെല്ലാ ചോദ്യങ്ങൾക്കും പറയാൻ ഒരു പ്രവാചകനിടയിൽ കൊണ്ടുപോയി വെച്ചു. ഇത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച, ഇത് വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ച, ഇത് മുഫസ്സിരീങ്ങൾ പഠിപ്പിച്ച തൗഹീദിന്റെ മർമ്മമാണ്. നമ്മളൊന്നും പുതിയത് പറഞ്ഞിട്ടില്ല. ഔലിയാക്കന്മാരോട് പ്രാർത്ഥിക്കേണ്ടെന്ന് പറഞ്ഞത് ഔലിയാക്കന്മാരോട് വിരോധമുള്ളായത് കൊണ്ടല്ല, അവരോട് എതിർപ്പുള്ളത് കൊണ്ടല്ല, അത് ഇസ്ലാം പഠിപ്പിച്ചതല്ല എന്നുള്ളത് കൊണ്ടാണ്. പിന്നെ ആളുകൾ പറയാറുണ്ട്, ഞങ്ങൾക്ക് താൽക്കാലിക ശമനം കിട്ടാറുണ്ടല്ലോ എന്നാണ്. അനുഭവത്തിന്റെ കഥകളുമായി ചിലരൊക്കെ വരാറുണ്ടെന്ന് ചുരുക്കം. ചില ആളുകൾക്ക് ശാന്തി കിട്ടാറുണ്ട്. എവിടെ നിന്ന്? ദർഗകളിലേക്ക് യാത്ര പോകുമ്പോ ആത്മീയ യാത്ര, സിയാറത്ത്, ടൂറ്, മനസ്സിന് സമാധാനം, ഒന്ന് റിലാക്സ്, ഇതൊക്കെയാണ് പഠിപ്പിക്കപ്പെടാറുള്ളത്. സഹോദരാ, സിയാറത്ത്, ടൂർ കൊണ്ട് നിനക്ക് ലഭിക്കുന്ന ആത്മീയ ശാന്തി എത്രയുണ്ട്? ആ ആത്മീയ ശാന്തി നശ്വരമല്ലേ? ആത്മീയ ശാന്തി നൈമിഷികമല്ലേ? ആത്മീയ ശാന്തി ക്ഷണികമല്ലേ? അത് ക്ഷണഭങ്കുരമല്ലേ? വളരെ ക്ഷണികമായി തീർന്നു പോകുന്നതല്ലേ? അങ്ങനെ ശാന്തി ലഭിക്കുന്ന വേറെയും കേന്ദ്രങ്ങളുണ്ട്, മഠങ്ങളുണ്ട്, ധ്യാന കേന്ദ്രങ്ങളുണ്ട്, കരിസ്മാറ്റിക് ധ്യാന കേന്ദ്രങ്ങളുണ്ട്. ആത്മീയോദ്യാനം എന്ന് പറഞ്ഞുകൊണ്ട് പലയിടങ്ങളിലും ധ്യാനാശ്രമങ്ങൾ സ്ഥാപിച്ചിട്ടുണ്ട്. കൃത്രിമമായിട്ടുള്ള അലങ്കോലങ്ങളും മന്ത്രധ്വനികളും ദിക്റുകളും പ്രാർത്ഥനകളും കൊണ്ട് ആളുകളുടെ ഹൃദയങ്ങളെ മായാവലയത്തിൽ അകപ്പെടുത്തിക്കൊണ്ട് താൽക്കാലികമായി ശാന്തി പകർന്നു നൽകുന്നുവെന്ന് പലപ്പോഴും അവകാശപ്പെടാറുണ്ട്. പക്ഷെ നോക്കൂ നിങ്ങൾ, ഒരു മനുഷ്യന് ലഭ്യമാകേണ്ടുന്ന ശാന്തി ദിക്ർ ഹൽക്കയിൽ തുള്ളുമ്പം മാത്രം കിട്ടേണ്ടതാണോ? സിയാറത്ത് ടൂറിന് പോകുമ്പോ ആ ദർഗകളിലെ, മക്കബറകളിലെ, ജാറങ്ങളിൽ കത്തിച്ചു വെച്ചിരിക്കുന്ന ചന്ദനത്തിരിയുടെ സുഗന്ധം തന്റെ നാസാരന്ധ്രങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉണ്ടാകുന്ന ആത്മീയാനുഭൂതി മാത്രമാണോ? അവിടെ നിന്നിങ്ങനെ ഉയരുന്ന മന്ത്രധ്വനികൾ കൊണ്ട് ലഭ്യമാകുന്ന ആത്മീയ മന്ത്രധ്വനികൾ കൊണ്ടുണ്ടാകുന്ന ആത്മീയ ശാന്തി മാത്രമാണോ? പുറത്തിറങ്ങിയാൽ അത് കിട്ടുന്നുണ്ടോ? ഇല്ലെങ്കിൽ അത്തരമൊരു ശാന്തിയല്ല മനുഷ്യൻ തേടുന്നത്. അനശ്വരമായൊരു ശാന്തിയാണ്. അത് ഭൗതിക ലോകത്തും പരലോകത്തും ലഭിക്കാനാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. അറിയണം കേട്ടോ, എന്റെ മിത്രങ്ങൾ, അള്ളാന്റെ മിത്രം. ആരാ അള്ളാന്റെ മിത്രം? അല്ലാഹുവിനെ മിത്രമായി സ്വീകരിച്ചവൻ. അല്ലാഹു വലിയുൽ മുഅ്മിനീൻ. അല്ലാഹു മുഅ്മിനീങ്ങളുടെ വലിയാണ്, മുഅ്മിനീങ്ങളുടെ രക്ഷാധികാരിയാണ്. നമ്മുടെ സമൂഹത്തെ ചില ആൾക്കാർ പഠിപ്പിക്കുന്നത് എന്താണെന്നറിയോ? ഇന്നമാ വലിയുക്കുമുല്ലാഹു വറസൂലുഹു. നിങ്ങളെ വലിയ അള്ളയും റസൂലും മുഅ്മിനീങ്ങളുമാണ്. അതുകൊണ്ട് എല്ലാരോടും തേടിക്കോ, എല്ലാരോടും പ്രാർത്ഥിച്ചോ. ഇത് ഖുർആൻ പറഞ്ഞതാണെന്നുള്ള തെറ്റിദ്ധാരണ പരത്തുന്നുണ്ട്. ഈ ചിന്ത കൈവടിഞ്ഞുകൊണ്ട് സർവാധിരാജനായ പടച്ചതമ്പുരാനെ ആത്മമിത്രമായി സ്വീകരിച്ചവന് ഒന്നും പേടിക്കേണ്ടതില്ല, ഒന്നും ഭയപ്പെടേണ്ടതില്ല എന്ന് പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ പടച്ചവനെ ആത്മീയമായി സ്വീകരിച്ച, രക്ഷാധികാരിയായി സ്വീകരിച്ച ഒരു വ്യക്തിക്കുണ്ടാകുന്ന നേട്ടം മറ്റൊരു കേന്ദ്രത്തിൽ പോയാലും ലഭിക്കുകയില്ലെന്ന് മാത്രമല്ല, ഓരോ കേന്ദ്രങ്ങളിൽ പോകുമ്പോഴും വിശുദ്ധ ഖുർആൻ അവനെ ഉദാഹരിച്ചിരിക്കുന്നത് വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാ. ആകാശത്ത് നിന്ന് പിടുത്തമിട്ടവനെ പോലെയാണ്. ആകാശത്തൊരു പിടുത്തമുണ്ടെങ്കിൽ അവന് ബലമുണ്ട്, അവന് അസ്തിത്വമുണ്ട്, അവന് സമാധാനമുണ്ട്. ആരെയും ഭയപ്പെടേണ്ടതില്ല. പിടുത്തം വിട്ടാലോ അവനെ പക്ഷി രാജി കൊണ്ടുപോയേക്കാം, കാറ്റേതെങ്കിലും പടുകുടിയിൽ കൊണ്ടുപോയി തള്ളിയേക്കാം. എവിടെയാ പോയി പതിക്കുന്നത് എന്ന് പറയാൻ പറ്റൂല എന്നാണ്. എങ്ങനെയാ അവന്റെ സ്വസ്ഥത നശിക്കുന്നത് എന്ന് പറയാൻ പറ്റൂല. എവിടത്തേക്കും അവൻ പോകും, ഏത് ധ്യാന കേന്ദ്രത്തിലേക്കും അവൻ പോകും, ഏത് അമ്പലത്തിലേക്കും പോകും. പ്രിയമുള്ളവരെ, പടപ്പുകളുടെ അടുത്തേക്ക് പോകുന്നവന് സ്വസ്ഥത ഉണ്ടാവൂല. ജാറങ്ങളിൽ പോകുന്ന ആളുകളെ പരിശോധിച്ച് നോക്കൂ. പ്രശ്നമുണ്ട്, പ്രയാസമുണ്ട്. ആദ്യം മടവൂര് പോയി നോക്കി, പിന്നൊന്ന് മമ്പർത്ത് പോയി നോക്കി, പിന്നൊന്ന് പുത്തമ്പള്ളി പോയി നോക്കി. എന്നിട്ടും സമാധാനമില്ലെങ്കിൽ അവന്റെ മനസ്സിന് സമാധാനം കിട്ടൂല. പിന്നെ ഭീമാപ്പള്ളി മുതൽ അങ്ങ് ഉള്ളാളം വരെ നീണ്ടു കിടക്കുന്ന കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള ദർഗകളിൽ കയറിയിറങ്ങിയാൽ പണം നഷ്ടമല്ലേ, ആരോഗ്യം നഷ്ടമല്ലേ, എത്രയേറെ ജീവിതം നഷ്ടമല്ലേ? എന്നിട്ടും അവന്റെ ജീവിതത്തിൽ സ്വസ്ഥത കിട്ടിയില്ലെങ്കിലോ? അള്ളാഹു പറയുന്ന വാക്യം നോക്കൂ നിങ്ങൾ. വിശുദ്ധ ഖുർആൻ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്ന ഒരു ആദർശം. ഓരോ വിശ്വാസിയും നമസ്കാരത്തിന് ശേഷം പറയുന്ന എന്താണ്? അല്ലാഹുമ്മ ലാ മാനിഅ ലിമാ അഅ്തൈത വലാ മുഅ്തിയ ലിമാ മനഅത. റബ്ബേ, നീ തന്നത് തടയാൻ ആളില്ല, തടഞ്ഞത് തരാനും ആളില്ല. പടച്ചവൻ തന്നത് എന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ. പടച്ചവൻ തന്നത് ലോകത്തൊരാൾക്കും തടയാൻ സാധിക്കില്ല. ഒരു വലിയനും ഒരു ബീവിക്കും ഒരു തങ്ങൾക്കും അതിന് സാധ്യമല്ല.
പക്ഷേ അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാമെന്ന് പഠിപ്പിക്കുന്ന ആളുകൾ ഇതിനൊക്കെ ഘടകവിരുദ്ധമായിട്ടാണ് ജനങ്ങളെ പഠിപ്പിക്കുന്നതെന്നാണ്. അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് അല്ലെങ്കിൽ അള്ളാഹുവിന്റെ അമ്പിയാക്കൾക്ക് മുഅ്ജിസത്തുണ്ടാകുന്നതും കറാമത്തുണ്ടാകുന്നതും അള്ളാഹു പ്രത്യേകമായി അവന്റെ ഇതിന് കൊടുത്തുകൊണ്ടാണ് എന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷെ പടച്ചോന്റെ സമ്മതം പോലും വേണ്ട മുഹ്യിദ്ദീൻ ശൈഖിന് അത്ഭുതങ്ങൾ കാണിക്കാൻ എന്ന് പോലും ഇവർ എഴുതി വിട്ടിട്ടുണ്ട് എന്നുള്ളതാണ്. ഞാനിവിടെ സൂചിപ്പിക്കാനുള്ള കാരണം, സമൂഹത്തിൽ അന്ധവിശ്വാസങ്ങളെ വേരോർക്കുന്നതിന് വേണ്ടി എന്ത് വൃത്തികേടുകളും ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട്, ചെയ്യുന്നുണ്ട്. അത് തിരിച്ചറിഞ്ഞുകൊണ്ട് വേണം തൗഹീദി പ്രബോധകരുടെ ഓരോ കാൽവെപ്പും മുന്നോട്ട് വെക്കാൻ. കാരണം പണ്ട് കാലത്തൊന്നും ഖുർആനിന്റെ ആയത്തോതിയിരുന്നില്ല. ഖുർആനിന്റെ ആയത്ത് അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ ആയത്തുണ്ടെന്ന് പറയാൻ ധൈര്യപ്പെട്ടിരുന്നില്ല. ഒരു വാദപ്രതിവാദം പലർക്കും അറിയാം. നേരം വെളുക്കുന്നത് വരെ ആയത്തോതാത്തത് ഖുർആൻ അങ്ങനെ അർത്ഥം പറയാൻ പാടില്ല എന്ന് ചിന്തിച്ചത് കൊണ്ടും ഖുർആനിൽ നിന്ന് അങ്ങനെ ഒരു ആയത്തില്ല എന്നവർക്ക് ഉറപ്പുള്ളത് കൊണ്ടും അങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്താൽ പടച്ചവൻ വെറുതെ വിടില്ല എന്ന നേരിയ ഭയപ്പാടുള്ളത് കൊണ്ടുമായിരുന്നു. ഇന്ന് കൊട്ടക്കണക്കിന് ആയത്ത, എല്ലാറ്റിനും ആയത്ത്. അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കാനായത്ത്, നബിദിനം കഴിക്കാനായത്ത്, എല്ലാറ്റിനും ആയത്താണ്. എന്താ അതിന്റെ പിന്നിലുള്ള ചോദന? അല്ലാഹുവിനെ ഭയമില്ല. പടച്ചവനെ കണക്കാക്കേണ്ടതുപോലെ കണക്കാക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അല്ലാഹുവിന്റെ കഴിവ്, പ്രിയമുള്ളവരെ, പടച്ചതമ്പുരാൻ ഖുർആനിന്റെ ഏറ്റവും മർമ്മപ്രധാനമായ ഭാഗമായി നമ്മളെ പഠിപ്പിക്കുന്നത് തൗഹീദിന്റെ വിശ്വാസമാണ്. ഏകനാക്കുക എല്ലാ കാര്യത്തിലും. ആരോടാ മഗ്ഫിറത്ത് ചോദിക്കേണ്ടത്? പടച്ചവനോട്. അക്കാര്യത്തിൽ പടച്ചവനെ ഏകനാക്കണം. പക്ഷേ മുത്തുനബിയോട് മഗ്ഫിറത്തിനെ ചോദിക്കുന്നുണ്ടല്ലോ ആളുകള്. പള്ളിന്ന് പുറത്തിറങ്ങുമ്പോൾ അല്ലാഹുമ്മ ഇന്നി അസ്അലുക മിൻ ഫളിക, പടച്ചവനെ നിന്റെ ഫളില് ഞാൻ ചോദിക്കുന്നു. ആരോടാ ഫളില് ചോദിക്കേണ്ടത്? അല്ലാഹുവിനോട് മാത്രം. ഇനിയിപ്പോ റബീഉൽ അവ്വൽ വരാൻ പോവാ. നമ്മുടെ ആൾക്കാര് ഫളില് ചോദിക്കുന്നത് കേൾക്കണോ? അബ്ദുകൽ മിസ്കീനു യർജു ഫളിലകൽ ജമ്മൽ ഗഫീറു ഫികാ ഖാദ അഹ്സൻതു ظني യാ ബശീറു യാ നദീറു. അബ്ദുക, നബിയെ, അങ്ങയുടെ ഈ അടിമ, അങ്ങയിൽ വിശ്വാസം വെച്ച് പുലർത്തുന്ന ഈ അടിമ അങ്ങയിൽ വിശ്വാസം നന്നാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അങ്ങയുടെ ഔദാര്യം ഞാൻ ചോദിക്കുന്നു. ആരുടെ ഔദാര്യം? മുത്തുനബിയുടെ ഔദാര്യം. പ്രിയമുള്ളവരെ, എവിടെയാണ് തൗഹീദ് ഉണ്ടാകേണ്ടത്? ഏകനാക്കൽ ഉണ്ടാകേണ്ടത്. അല്ലാഹുവിന് മാത്രമേ മഗ്ഫിറത്ത് നൽകാൻ അർഹതയുള്ള ഖുർആൻ ചോദിക്കുന്നുണ്ട്. വമൻ യഗ്ഫിറുദ് ദുനൂബ ഇല്ലല്ലാഹ്, അല്ലാഹ് അല്ലാത്ത മറ്റാരെങ്കിലും നിങ്ങൾക്ക് മഗ്ഫിറത്ത് നൽകാനുണ്ടോ? അല്ലാഹു അല്ലാത്ത ആരും മഗ്ഫിറത്ത് നൽകാനില്ല. എങ്കിൽ അല്ലാഹുവിനോട് മാത്രം ചോദിക്കണം. മുത്തുനബിയോട് പ്രാർത്ഥിക്കുന്ന മങ്കൂസ് മൗലിദ് നമുക്കിടയിലുണ്ട്. മങ്കൂസ് മൗലിദ് ഓതാൻ പാടില്ലെന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ്. ഇതൊക്കെ പറയുമ്പോൾ ചില ആളുകൾ പറയും, മുജാഹിദീങ്ങളെ എല്ലാ സ്ഥലങ്ങളിലും 1, 2, 3, 4 ആൾക്കാരല്ലേ ഉള്ളൂ. ഇന്നലെ പോലും എൻ്റെ ഒരു സുഹൃത്ത് ചോദിച്ച ചോദ്യമാണ്, മുജാഹിദീങ്ങൾ ഒരു പഞ്ചായത്തിൽ ഇങ്ങനെ എണ്ണി നോക്കിയാൽ കുറച്ചാൾക്കാർ, നിങ്ങൾ മാത്രമേ പരലോകത്ത് സ്വർഗത്ത് പോകൂ? എത്രയോ ആളുകൾ, അല്ലാത്ത ആളുകളില്ലേ? ഇവരൊക്കെ സ്വർഗത്ത് പോവില്ലേ?